എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെ എന്തായിരുന്നു മിറാക്കിളാ പിടാക്കൽ ജനീഷ് അല്ലേ? ജനീഷേട്ടൻ്റെ വീട്ടിലപ്പോൾ ഉള്ളത്. ജനീഷേട്ടൻ്റെ വീട് വരുന്നത് വേറെ എവിടെയല്ല, നമ്മളെ പുതിയങ്ങാടി മാങ്ങാട്ട് പിന്നെന്താണ് തുളുത്തിൽ എന്ന് പറഞ്ഞ ഭാഗത്താണ്. തുളുത്തിൽ സുമാനന്ദ പണിക്കര വീട്ടിൻ്റെ ഒക്കെ ഒരു ഏരിയയിലാണ്. ഈ സുമാനന്ദ പണിക്കര നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പണിക്കരാണ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുമാനന്ദ പണിക്കര വരെ പോയിട്ട് എനിക്ക് അന്തം വിട്ട പണി പാമ്പ് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സാണ്, കടി ജസ്റ്റ് മിസ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ അന്ന് എന്താ പറയുക അന്തം വിട്ട കഴിച്ചിലായത്. എന്തായാലും ജിനീഷേട്ടാ എന്തായിരുന്നു പേര്? ജനീഷേട്ടനും തരുന്നത് നല്ല അസൽ മുതലിനെ തന്നെയായിരുന്നു. പിന്നെ നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു ഗസ്റ്റും കൂടി ഉണ്ട്. നിങ്ങളൊക്കെ എന്താ പറയുക ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആളെ ഒരു വട്ടം നമ്മൾ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾ പിറന്നാളായിരുന്നു, ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ മറ്റാരുമല്ല, നമ്മളെ സ്വന്തം ചേച്ചിയാണ്. എന്താ പറയുക, പഠിച്ചോന് അങ്ങനെ ഒരു ആളെയും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പറയാൻ ഒരുപാട് ചേച്ചിമാരുണ്ട്, വേറെ കാര്യം. എന്തായാലും അമ്മൻ്റെ സ്വന്തം മോള് ഞാനും പിന്നെ ഒരാളും ഉണ്ട്. ആളൊരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളെ റെസ്ക്യൂവിന് നമ്മളാളും കൂടി ഉണ്ട്. കാണൂല്ലേ ആള് പുതിയങ്ങാടി. അപ്പം ഒന്ന് ഒരു ഹായ് പറഞ്ഞാണ്. മതി ഇഞ്ഞായി പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് പുതിയങ്ങാടി നേർച്ച കാണാനും വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ കൊണ്ടുവരലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണം, അതായത് ആനൻ്റെ ഒരു എന്താ പറയുക ആക്രമണത്തിൽ കൃഷ്ണേട്ട അല്ലേ? കൃഷ്ണേട്ട നമ്മൾ അതായത് ഒരു 10 ആളെ ഗ്യാപ്പിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ ചവിട്ടി തള്ളി മാറ്റി. ഇവരൊക്കെ എന്താ പറയുക വീണില്ലാന്നുള്ളൂ. അത്ര നമ്മളെ കൂടെ ഉള്ള ഒരാളെ മുന്നിലേക്കാണ് ആളെ എടുത്ത് എറിഞ്ഞൊക്കെ ചെയ്തത്. അവരൊക്കെ ജസ്റ്റ് മിസ്സാണ്. അതുവരെ ഞങ്ങൾ അവിടെ നിന്ന് സെൽഫി അല്ല ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സംഭവിച്ചത്. എന്തായാലും ഞങ്ങളെ ആർക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാലും അന്നത്തെ ഒരു വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ആർക്കും ഒന്നും അല്ലേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ. നല്ലൊരു നേർച്ചയാണ്. എന്താ പറയുക, ഈ നാട് മൊത്തം അല്ലേ ഒന്നടങ്കം ജാതിഭേദമന്യ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു നേർച്ചയാണ് പുതിയങ്ങാടി നേർച്ച. അപ്പോൾ ഈ ഒരു വർഷം നല്ലൊരു ആഘോഷം തന്നെ ആവട്ടെ അല്ലേ? ആർക്കും ഒരു ആപത്തും സംഭവിക്കാതിരിക്കട്ടെ. അതെ തിരൂരിൻ്റെ ദേശീയോത്സവം. അതെ അപ്പോഴേ നമ്മൾ ഒരുപാടൊന്നും പറയണില്ല. ആൾക്ക് ഇന്നിപ്പോൾ അങ്ങോട്ട് വന്നോണ്ട് നമ്മൾ കൊണ്ടാക്കണ വഴി ഇങ്ങനെ ഒരു കോള് വന്ന് നമ്മളെ വിളിച്ചത് നമ്മളെ കുട്ടനാണ്, സുജിത്തേട്ടനാണ് നമ്മളെ വിളിച്ചത്. നമ്മള് എന്താ പറയുക ഇവിടെ പാമ്പ് വന്നാണ് സുജിത്തേട്ടൻ നമ്മളെ വിളിക്കും. ഒരുപാട് പല വിളിയെന്നല്ല. ഒപ്പം അവന്റെ സ്പാൻഡർ സ്ക്രൂ ഡ്രൈവറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നേരെ എൻ്റെ കൂടെ വരും. നമ്മളെ ചങ്കാണ്. അപ്പോൾ നമ്മളെ ചങ്ക് വിളിച്ചിട്ടാണ് വന്നത്. നമ്മളെ എവിടോ മുതലാളി ക്യാമറ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ബുഷറ, അവളവിടെ വിളിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരണില്ല, ഇന്നത്തെ ക്യാമറ വുമണാണ്. പിന്നെ അപ്പോൾ ചേച്ചിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ആൾക്ക് ജീവിതത്തിൽ നല്ലൊരു അനുഭവമായി മാറട്ടെ. അനിയത്തിൻ്റെ പാമ്പ് പിടുത്തം കാണാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ പാമ്പ് പിടുത്തം കാണാൻ വേണ്ടി വന്നേനെ. അപ്പോൾ നമ്മളെ ഓക്കെ അല്ലേ റോസ? നമ്മളെ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ആളെ പിടിച്ച് നമ്മളെ ബാഗിലാക്കി. അതെ വേണ്ട നമുക്ക് സിമ്പിളായിട്ട് പിടിച്ചിട്ട് നമുക്ക് ബാഗിലാക്കാം. ഓക്കെ എന്നാ ഇവിടെ മുത്ത വന്നാ ഈശ്വരൻ വാ. അല്ല എന്താണ് പേര്? സുജിത്തേട്ടൻ വാ. സുജിത്തേട്ടൻ ഒന്ന് പൊളിക്കും. സെറ്റാക്കിയല്ലേ നമ്മള്? ആ ചേച്ചിനെടുത്ത് വന്നിട്ട് ബാബുജോ അവിടെ വെള്ളത്തിനാണ്ട് പോയില്ല. അത് ഞാൻ വെച്ച നാട് കോണ്ടാച്ചിട്ട് അങ്ങോട്ട് കിടക്കാൻ ബാബുവേട്ടന്റെ കലാവിരുദ്ധായിരുന്നില്ലേ? കലാവിരുദ്ധല്ല കരവിരുദ്ധ കലാവിരുദ്ധം. ചാടി പോവുകയാണെങ്കിൽ പോട്ടെ, ഞങ്ങളവിടെ കാക്കുണ്ടല്ലോ. എന്ത് വണ്ണാണോ നിങ്ങള് എന്ത് വണ്ണാടോ നിങ്ങളെ വിളിക്കാണ്? ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, വലിയ ചങ്ങായിയാണ്.
വലിയ ചങ്ങായിയാണ്. ആ അതാ കിടക്കുന്നു. അതാ കടിക്കുന്ന സാധനം. ആ മഞ്ഞൾ പിടിക്കുന്ന പിടിച്ചോളേ ഒന്നിച്ചെടുത്തോളേണ്ട്. കളിക്കുന്നതല്ല. അല്ല ചേച്ചിക്ക് കാണിച്ചു കൊടുക്കേ. അല്ല കാണാൻ അല്ല കാരണം 2 കിലോ ഉണ്ട്. അയ്യോ ചേച്ചിനെ കാണിച്ചു കൊടുക്കേ. ചേച്ചി അതാ നോക്കൂ. മാറിക്കോട്ടാ മാറിക്കണേ. Hey, 1, 2, 3. സൂപ്പർ സാറല്ലേ. നല്ല കറവുണ്ട് താളി. കണ്ടില്ലേ? ഹലോ ഹലോ എന്ത് കറാണ്. അത് അവിടുന്ന് ഇങ്ങനെ കിട്ടും. ഞങ്ങളാ ദുസാക്ഷികള്. നല്ല ദിവസല്ലേ അപ്പോഴേ ചാക്ക് കിടന്നൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണ്. എത്ര കിലോ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഏതാ സൈസ്? ഏതാണ് സാധനം? ഇത് മൂർക്കനാണ്. മൂർക്കനല്ലേ? നല്ല സൈസ്, നല്ല അത്യാവശ്യം നല്ല തിന്നാൻ കിട്ടിയിട്ട് ഇവിടെ എവിടോ ഇതായതാണ്. നല്ല തിന്നാൻ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോഴേ നമ്മളെ ജനീഷേട്ടന്റെ സ്വന്തം കിടില മുതലല്ലേ ചക്ക ജില്ലി സാധനത്തിന് നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആള് നല്ല ടെററാണ്. ടെറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുക എന്നുണ്ടെങ്കിൽ അന്തം വിട്ട പണിയൊക്കെ കിട്ടും. അമ്മാതിരി സാധനമാണ്. എത്ര കാലമായിട്ട് ഇവിടെ വന്നതെന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ല തിന്നാൻ കിട്ടുന്നുണ്ട്. കാരണം എടുത്തിട്ട് മൂപ്പർ പൊന്തലില്ല. നല്ല ആരോഗ്യം ഉണ്ടാവും. ആ അപ്പൊ എന്തിനായാലും എപ്പോഴോ ചെയ്ത പുണ്യം കൊണ്ടാണ് നേരെ മൂപ്പര് സ്റ്റെപ്പും കടന്ന് വരാഞ്ഞത് കേട്ടാ. പറയാൻ പറ്റില്ല. അല്ല കണ്ടിട്ടില്ലെങ്കിൽ നേരെ കയറി പോവൂല. ഓ എന്തായാലും എന്താ പറയാ. അപ്പൊ നമ്മളെ ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയില്ല. നമ്മള് കമ്പ്യൂട്ടറിൽ നിന്നാട്ടോ വിളിക്കുക. അല്ല എന്തേലും പറയാണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാണി. എനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ പറഞ്ഞില്ലേ കുട്ടികളെ ഭാഗ്യം എന്നൊക്കെ. കുട്ടികളെ ഭാഗ്യം. എന്ത് കഴിച്ചിലായത്. ഇപ്പൊ പാമ്പിനെ പിടിക്കുന്നത് കണ്ട. അമ്മ അങ്ങനെയൊക്കെ പിടിക്കല്. അങ്ങനെയാണ് പിടിക്കല്. അമ്മ ഇതുവരെ എങ്ങനെ പിടിക്കാന്ന് കണ്ടിട്ടില്ലേ? അല്ല വീഡിയോയിലൊന്നും കണ്ടിട്ടില്ലേ? കണ്ടില്ലേ? വീഡിയോ കാണില്ല. അപ്പൊ വീട് ചായ എങ്ങനെയുണ്ട് പാമ്പ്? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? 3 കിലത്തിന് മേലുണ്ട്. 5 5 കിലത്തിന് മേലുണ്ട്. എന്തായാലും അഞ്ചത്തി പിടിച്ചത് ഭാഗ്യമുണ്ട്. ആ കുട്ടികളെ ഭാഗ്യം. കുട്ടികളെ പെരക്കാരെ ഭാഗ്യം. ആ പെരക്കാരെ ഭാഗ്യം. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ പണി കണ്ടു കിട്ടി. അതുകൊണ്ട് അപ്പോഴേ ആള് ഭയങ്കര ത്രില്ലിങ്ങിലാട്ടാ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തെന്നായാലും നമ്മളെ ജിനീഷേട്ടൻ്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കി കെട്ടി നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ബാബുവേട്ടനെയാണ് അവിടെ തടഞ്ഞു വെച്ചത്. കുറെ കബഡിക്കാരുണ്ടായിരുന്നു. അവിടെ തടഞ്ഞു വെച്ചവര്, ഇവിടെ തടഞ്ഞു വെച്ചവര്. പിന്നെ നമ്മളെ ക്യാമറമാൻ സുജിത്തേട്ട ബാബുരാജനാണ് സാധനം കണ്ടത്. പാമ്പിന് ഇതാ ടാർസി ഓണറാണ്. തിരക്കിലാണ്, ഭയങ്കര ബിസിയാണ്. അപ്പൊ മൂപ്പര പാമ്പാണ്. അതിന്റെ ഒരു അഹങ്കാരം ഒന്നുമില്ല. വലിയ പാമ്പ് എന്റെ പോലെ തന്നെയാണ്. പാമ്പിനുണ്ട്. നമുക്ക് 3 ആൾക്കും കുമ്പുണ്ട്. പാമ്പിനും ഉണ്ട്, എനിക്കുണ്ട്, ഇങ്ങൾക്കുണ്ട്. അതാ അത് വരെയാണോ. അപ്പോഴേ നമ്മൾ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെ റെസ്ക്യൂ എന്തായാലും സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ പറയാണ്ടോ? ഒന്നും പറയില്ല. അത് ഒഴിവായാൽ മതി നമുക്ക്.